ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചെടിത്തോട്ടത്തിൽ നിത്യേന ചെയ്യേണ്ടി വരും അല്ലേ. വളം കൊടുക്കൽ, വെള്ളം കൊടുക്കൽ, പിന്നെ കളയൊക്കെ പിടിച്ചെടുക്കണമെങ്കിൽ അതൊക്കെ ഇളക്കി മറിക്കൽ, റീപ്പോർട്ട് ചെയ്യൽ, അങ്ങനെ കുറേ പ്രശ്നം. മെയിനായിട്ടൊരു പ്രശ്നമാണ് ദൈവന്മാർ. ഇങ്ങനെ ഇലകളുടെ അടിയിൽ മിലി ബഗ്, കുഞ്ഞു കുഞ്ഞു നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള മിലി ബഗ്സ് ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് അറിയാനേ പറ്റില്ല ഇങ്ങനൊരു ജീവി എൻ്റെ അടിയിലുണ്ടെന്ന്. പക്ഷെ അത് ചെടിയെ മൊത്തം ബാധിക്കും. ഇതെൻ്റെ വഴുതനങ്ങയുടെ ചെടിയാണ്. നല്ല രീതിയിൽ കായ്ച്ചൊക്കെ നിന്നതാണ്. ഇത് ഞാൻ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇടാമെന്ന് കരുതി. ഈ ചെടിയിൽ നോക്കിക്ക് ഇല ഫുള്ളായിട്ട് ഈ ജീവി പൊതിഞ്ഞിരിക്കുകയാണ്. പുതുതായിട്ട് വരുന്ന പൂക്കളെയും കായ്കളെയൊക്കെ ആരോഗ്യം ഇല്ലാണ്ടാക്കാനായിട്ട് ഇവന്മാർ മതി. ഈ ഉറുമ്പുകളാണ് ഈ മിലി ബാഗ്സിനെ ഈ ഒരു പ്ലാന്റിൽ കൊണ്ടുവരുന്നത്. ഈ പ്ലാന്റ് എന്നല്ല, എല്ലാ പ്ലാന്റ്സിലും ഇതിന്നും വലിയ മിലി ബാഗ്സുമായിട്ട് ഇവന്മാരിങ്ങനെ കറങ്ങി നടക്കും. ഇവർക്ക് നല്ല മധുരമുള്ള, ഇതിൽ നിന്ന് മധുരമുള്ള ഒരു ഇത് കിട്ടും, ദ്രാവകം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാനും ഇവർക്കൊക്കെ ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ് കേട്ടോ മിലി ബാഗ്സിനെ വളർത്തുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന വഴി എന്ന് വെച്ചാൽ, ഞാനൊരു പെയിൻറ്റ് പാട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഷാമ്പു, നമ്മുടെ ഉപയോഗിക്കുന്ന ഷാമ്പു, ഏത് ഷാമ്പു വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിങ്ങനെ ഒഴിച്ചിട്ട് ഇതിലാണ് നമ്മൾ ഇതിൻ്റെ പരീക്ഷണം ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഡയറക്റ്റ് കാണിക്കുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവുമല്ലോ, അതുകൊണ്ടാണ് ഇത് നോക്കിക്കേ. ഷാമ്പു, ഏത് ഷാമ്പു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്യണം. നല്ല രീതിയിൽ ഇലയ്ക്ക് പതച്ചെടുക്കണം. ഈ പതയാണ് നമ്മുടെ ഉറുമ്പുകളുടെ വില്ലനാക്കാൻ പോകുന്നത്. നമ്മൾ ചെടികളെയൊക്കെ രക്ഷിക്കാനായിട്ട് ഈ പതയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. നമ്മൾ കുട്ടികൾ പോയി ചെടികളിൽ തൊടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പച്ചക്കറി കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ വയറിന് പ്രശ്നമാവും, ഒരുപാട് സൈഡ് എഫക്ട്സ് വരാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പെസ്റ്റിസൈഡൊക്കെ അടിക്കുമ്പോഴത്തേക്കും വെയിലത്ത് നിൽക്കുന്ന ചെടികളെ അത് ബാധിക്കാറുണ്ട്, പല തരത്തിലും ബാധിക്കാറുണ്ട്. ചില സമയം ഇല അങ്ങ് ബാണായിട്ട് കൊഴിഞ്ഞു പോകുന്ന ഇത് ഉണ്ടായിട്ടുണ്ട്. ചെടി നശിച്ചു വരെ പോയിട്ടുണ്ട് ഈ കെമിക്കൽ ഫെർട്ടിലൈസറും കെമിക്കൽ പെസ്റ്റിസൈഡൊക്കെ അടിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്കങ്ങനെ. അപ്പം ഞാനിവിടെ പത നല്ല രീതിയിൽ പതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഓരോ ഇലകളിൽ ഈ പതയാണ് തേച്ച് കൊടുക്കാൻ പോണത്. എന്നെ കണ്ടപ്പോഴത്തേക്ക് ഉറുമ്പുകൾ ചറപറാന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഈ പതയാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത്. അപ്പം അതെങ്ങനെ തേക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, എളുപ്പവുമാണ്. സ്പ്രേയർ ഒന്നുമില്ലാത്ത, ഒരു 10 പൈസ ചിലവില്ല. നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കണ സ്പ്രേയർ അല്ല, എന്താ പറയുക, ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കൊല്ലാൻ പോണത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മാക്സിമം ഈ കാണുന്ന ഇലകളെല്ലാം പിച്ച് പറിച്ചെടുത്ത് നല്ലപോലെ കശാപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഇവന്മാർ വീണ്ടും അതിനകത്തേക്ക് കയറും. അത് മാക്സിമം ഇലകളെല്ലാം അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ പത തേക്കേണ്ടത്. അതാകുമ്പോൾ കുറച്ച് മാത്രം പത തേച്ചാൽ മതിയല്ലോ. നമ്മൾ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടേണ്ട. ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടി നല്ല രീതിയിൽ വീണ്ടും വന്ന് കയറിക്കോളും. അതൊന്നും ടെൻഷൻ ആവണ്ട. ചെടിയുടെ മാക്സിമം ഉള്ള ഇലകളെല്ലാം മുറിച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ഇലകൾ നിർത്തിയിട്ട് നമുക്ക് ഈ പത തേച്ച് കൊടുക്കാം. അപ്പോൾ ചില സമയം നമുക്ക് പത തേച്ച് കൊടുക്കാനായിട്ട് ചെടിച്ചട്ടികളിലാണ് ചെടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്നും ഈസി ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ചെടി നമുക്ക് ചരിച്ച് തറയിൽ ഇങ്ങനെ കിടത്തിയിട്ട് ഇലകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് പച്ചക്കറി വിത്ത് മുളപ്പിച്ചെടുത്ത ചെടിയാണ്, ചാക്കിലാണ് നട്ടിരുന്നത്. എല്ലാ ഇലയും പറിച്ച് കളഞ്ഞിട്ടുണ്ട്. പ്ലാന്റിനോ തണ്ടിനോ ഒന്നും യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇതൊക്കെ എന്നിട്ട് ഈ പൂവിനും ഇലയ്ക്കും മുട്ടിനും എല്ലാത്തിനോട് ചേർത്ത് ഇങ്ങനെ പത തേച്ച് കൊടുക്കുകയാണ്. നമ്മൾ കുഞ്ഞു മക്കളെ കുളിപ്പിക്കുന്ന പോലെ എല്ലാത്തിനും. ഇതിന് ചുവട്ടിൽ കുറച്ച് പത വീണെന്നും പറഞ്ഞ് ചെടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിങ്ങനെ തലവഴി ഒഴിക്കുന്നില്ലല്ലോ, ജസ്റ്റ് പതയില ഇങ്ങനെ തേച്ച് വിടുന്നത്. മാക്സിമം ഇലകളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി നിൽക്കുന്ന സ്റ്റെമ്മിലും പൂവിലും കായിലും എല്ലാത്തിലുമായിട്ട് ഇങ്ങനെ ഈ പത തേച്ച് വിടുകയാണ്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. വളരെ ഈസി ആയിട്ട്, ഒരു 10 പൈസ ചിലവില്ല. വീട്ടിൽ ഷാമ്പു യൂസ് ചെയ്താൽ മതി. നോക്കിക്കേ, തേച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്കും കുറേ ഉറുമ്പുകളൊക്കെ ചത്തിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ തേക്കുന്ന സമയത്ത് ഒടിവും ചതവും വന്ന ഉറുമ്പുകളെല്ലാം ചത്തു പോയിട്ടുണ്ട്. കൊല്ലുന്നത് പാവമാണെന്നറിയാം, പക്ഷെ നമുക്ക് നമ്മുടെ ചെടികളെ രക്ഷപ്പെടുത്തണമല്ലോ. ഒരാഴ്ചയും 2 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. നോക്കിക്ക്, എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പുതിയ നല്ല നല്ല ബഡ്ഡുകൾ മുളച്ച് വരുന്നുണ്ട്. ഇലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല നേരത്തെയൊക്കെ ചുരുണ്ട് അസുഖം ബാധിച്ചതുപോലെ നിന്ന ഇലകളാണെങ്കിൽ ഇപ്പം നല്ല ഫ്രഷ് ലീവ്സ് വന്നിട്ടുണ്ട്, ബഡ്ഡുകൾ വന്നിട്ടുണ്ട്. നോക്കിക്ക്, നല്ല കുഞ്ഞു ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഉറുമ്പുകൾ 1-2 പേരൊക്കെ ജീവനോടെ തിരിച്ചെത്തിയിട്ടുണ്ട്, വീണ്ടും മെലി ബഗിനെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട്. അവരെയൊക്കെ നമുക്ക് കശാപ്പ് ചെയ്യണം. വീണ്ടും മെലി ബഗ് വന്നാൽ ഇതേപോലെ പതപ്പിക്കുക, പതയെടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇതുങ്ങളെല്ലാം ചത്ത് ഒടുങ്ങിക്കോളും.
അപ്പോൾ അതൊക്കെ നോക്കിക്ക് എന്ത് ഫ്രഷാണല്ലേ. നേരത്തെയൊക്കെ ഇലകളിലെല്ലാം മീലിബഗൊക്കെ എല്ലാം പൊതിഞ്ഞ് വൃത്തിയില്ലാണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചെടികൾ. ഇത് ഒരുപാട് കായുണ്ടാവും. കുറേ നാൾ നമുക്ക് വഴുതനങ്ങ കത്തിരിക്ക ചെടികളൊക്കെ നമുക്ക് കുറേ നാൾ അങ്ങനെ നിൽക്കുമല്ലേ, വീണ്ടും വീണ്ടും കായ് തന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാനും കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും പച്ചക്കറി കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, വിത്ത് മുളപ്പിക്കുന്നതും തൈ വാങ്ങിയതും എല്ലാം, കുഞ്ഞു കുഞ്ഞു പോട്ടിലെല്ലാം സെറ്റ് ചെയ്യുന്നതും എല്ലാം ആയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ അതുപോലെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.